ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. ഇന്ന് നെക്സ്റ്റോയിൽ വന്നിരിക്കുകയാണ്. ഒരു 100 റുപ്പീസ് ചാലഞ്ച് ചെയ്യാൻ പോലെ എന്തൊക്കെ കിട്ടുന്നു നോക്കാം. വാ. ₹100 challenge. യെസ്, 100 റുപ്പീസിന് എന്തൊക്കെ കിട്ടുന്ന അറിയില്ല കേട്ടോ ഗൈസ്. 100 റുപ്പീസിന് എന്തൊക്കെ കിട്ടുന്ന എനിക്കറിയില്ല. വല്ലതും ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല. ചെക്ക് ചെയ്തൊക്കെ എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. തപ്പട്ടെ ഞാൻ 500 ആക്കാർന്നു അത്. പത്ത് ഐറ്റംസ് വേണല്ലേ 100 റുപ്പീസിന്? അറിയില്ല കേട്ടോ. ഇതെത്ര ഇതിന്? 10 രൂപ. എന്താണ്, ഉറപ്പാണോ? 29. 89. ഇപ്പൊ 100 റുപ്പീസിന്റെ ആണ് എടുക്കുന്നത്. 100 റുപ്പീസിന്റെ കൂടുതലാണ് ഇതിൽ വരുന്നത് ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടത്. അപ്പൊ നമ്മളൊരു മാംഗോ ആണ് എടുത്തത്. രണ്ട് ചെറുനാരങ്ങയാണ് ഇട്ടെടുക്കുന്നത്. 2 or 3 എടുക്കാം. എത്ര രൂപയാന്ന് എനിക്കറിയില്ല, നോക്കി വെക്കാം. 100 റുപ്പീസിന് 10 എണ്ണം വേണം. ഇപ്പൊ എത്ര ഐറ്റംസ് ആയി ഞാൻ നോക്കിയിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് തക്കാളിയിലേക്ക് പോകാം. അത് കുറച്ച് വില കുറവായിരിക്കും. ടൊമാറ്റോ വില കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കാരണം ഞാൻ ടൊമാറ്റോ 2-3 എണ്ണം കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. മതി വെയിറ്റ് കൂടും. ഓക്കെ, 3 എണ്ണമായി. കുറവ് തോന്നുന്നത് പച്ചമുളകാണ്. 10 രൂപയ്ക്ക് പച്ചമുളക്. ഓ മതി. അറിയില്ല കേട്ടോ അത് എത്ര രൂപ ഉണ്ടാവും. ഓക്കെ, ₹18. തപ്പിക്കൊണ്ടിരിക്കുക. 2 ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. 5 രൂപ. എനിക്ക് ഇനി 2 ഐറ്റംസ് കൂടി മതി കേട്ടോ. അപ്പോഴേക്കും സെറ്റ്. ഇതിൽ എത്ര എണ്ണം ആയിട്ടുണ്ട് എന്നുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റംസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എത്ര രൂപയായി, 100 റുപ്പീസിന് മേലെ ആയോ എന്നുള്ളത് നോക്കിയിട്ട് വരാം. 10 റുപ്പീസ് ആൻഡ് 5 റുപ്പീസിന്റെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വാട്ടർമെലൻ മാറ്റാൻ പോവാണ് കേട്ടോ. 2 രൂപയുടെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 രൂപയുടെ പോലും ഇല്ലാന്ന് പറയാം. നമുക്ക് 1 രൂപയുടെ ഒരു തപ്പി നോക്കി നോക്കാൻ പോവാട്ടോ. നമ്മൾ എടുത്ത കുഞ്ഞു ഐറ്റംസിന്റെ വെയിറ്റ് നോക്കാൻ പോവാട്ടോ. കഴിഞ്ഞ ഇനി ഞാൻ സമ്പാദിച്ച സാധനങ്ങൾ ഇവിടെ എമൗണ്ട് എത്രയാന്ന് നോക്കാൻ പോകട്ടോ. ഇനി പവറാവാ. നമുക്ക് എത്ര രൂപയാണ്? 100ന് മേലെ മേലെ കഴിഞ്ഞാൽ ഫൗളായി. അതിന്റെ ഉള്ളിലാവണം. ഓക്കെ 129. നമ്മള് പൊട്ടിപ്പാളിസായിരിക്കാണ്. നെക്സ്റ്റ് ആൾക്കാർ ഏതാന്ന് നോക്കാട്ടെ. ഇനി അടുത്ത ആറ്റിറ്റ്യൂഡ് വിടാൻ പാടില്ല. നമ്മള് തോറ്റു ഗെയിമില്, എന്നാൽ ആറ്റിറ്റ്യൂഡ് വിടാൻ പാടില്ല. ഓക്കെ, എമൗണ്ട് പൊട്ടിപ്പോയി. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞു. 100 റുപ്പീസ് ചാലഞ്ചിന്റെ ഞാൻ ഫെയിലായി. ബാക്കി എന്റെ കൂടി ഉണ്ടായിരുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ജയിച്ചു. അവര് കറക്റ്റ് 100 റുപ്പീസിന് എടുത്തു. പക്ഷെ ഞാൻ പിന്നെയും കുറച്ചധികം സാധനങ്ങൾ എടുത്തുപോയി. അതോടുകൂടി എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.